ഹായ് വെൽക്കം ടു HB. നമ്മുടെ വേദിക് മാത്സിന്റെ ലാസ്റ്റ് സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ഷോർട്ട് കട്ട്സ് ഒരുപാട് ട്രിക്സ് ഒക്കെ തന്നെ പഠിച്ചു. അപ്പോൾ ഇതിലും നമ്മൾ കുറച്ചുകൂടി മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, 15 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, 9s കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നോക്കിയായിരുന്നു. നമ്മൾ ഈ സെഷനിൽ ആദ്യം നോക്കാൻ പോകുന്നത് 11 കൊണ്ട് ഒരു നമ്പറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് യൂഷ്വലി മൾട്ടിപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് 5 കൊണ്ടും 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം വേദിക് മാത്സ് തുടങ്ങിയ സമയത്ത് ടേബിൾ പഠിക്കുമ്പോൾ എല്ലാ ടേബിളിന്റെയും 12 വരെ പഠിക്കണം എന്നൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാ ടേബിളും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ 20 വരെയുള്ള ടേബിൾ പഠിക്കണം. പക്ഷേ 20 വരെയുള്ള ടേബിളിലും നമ്മൾ എല്ലാ ടേബിളിന്റെയും 10 വരെ പഠിക്കുന്നതിന് പകരം 12 വരെ, ലൈക്ക് 10 into 9, 11 into 9, 12 into 9, അങ്ങനെ 12 വരെ എല്ലാ ടേബിളിന്റെയും 12 വരെയുള്ള ടേബിളാണ് നമ്മൾ 20 വരെയുള്ള ടേബിളിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 11 ഇൻറ്റു ആ നമ്പർ കവർ ആകും. പക്ഷെ അതിന് പുറത്തും ഒരുപാട് നമ്പേഴ്സ് പോകാറുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആൻഡ് 11 കൊണ്ട് എപ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ സ്മാർട്ടായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പണ്ട് സ്കൂളിൽ 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ ഒരു നമ്പറിനെ എടുക്കും. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 32 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി പണ്ട് സ്കൂളിൽ ചെയ്യുന്ന രീതിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ ഇതേപോലെ 32 എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വീണ്ടും 32 എന്ന് എഴുതിയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുമായിരുന്നു, അങ്ങ് പ്ലസ് ചെയ്യായിരുന്നു അല്ലേ. നമ്മളിങ്ങനെ 2 എന്നും പിന്നെ ഇവിടെ 3 + 2 5 എന്നും ദെൻ ഇവിടെ നമ്മൾ 3 എന്നും ഇങ്ങനെ നമ്മൾ പ്ലസ് ചെയ്ത് നമ്മൾ ആൻസർ എടുക്കുമായിരുന്നു. അപ്പോൾ ഇത് പണ്ട് നമ്മൾ സ്കൂളിൽ ചെയ്തിരുന്ന ഒരു രീതിയാണ്. ഇവിടെ നമുക്ക് എങ്ങനെ ഇങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് എഴുതുന്നത് കൂടി സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ വളരെ പെട്ടെന്ന് 11 മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യുക, ബാക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ആ ഒരു അവസാനമുള്ള 2 എന്ന് പറയുന്ന നമ്പർ, വാട്ട് എവർ നമ്പർ ആണോ ഉള്ളത് അത് അതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ 2ഉം ദ വെരി നെക്സ്റ്റ് നമ്പർ ഏതാണോ ഉള്ളത് ആ നമ്പർ കൂടി ആഡ് ചെയ്യുക. 3 + 2 നമുക്ക് 5 എന്ന് വരും. ആ 5 അതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവസാനത്തെ ആ ഒരു 3 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ആ 3നെ അതേപോലെ തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 352 എന്ന് നമുക്ക് അതിന്റെ ആൻസർ വരും. അപ്പോൾ നമ്മളതിനെ യൂഷ്വലി എങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കാൻ പറ്റും, അവിടെ പ്രത്യേകിച്ച് ക്യാരി ഓവർ ഒന്നും വരുന്നില്ല. അങ്ങനെ ക്യാരി ഓവർ ഒന്നും വരുന്നില്ല. 3 ഡിജിറ്റ് നമ്പറിനെയാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ഡിജിറ്റ് നമ്പറിനെയൊക്കെയാണ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് 2 ഡിജിറ്റ് ആണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. അവിടെ ക്യാരി ഓവർ വരത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങൾക്ക് ഇപ്പോൾ 32 ആണെങ്കിൽ ആ 32ൽ 3നെയും 2നെയും ഒരു ഗ്യാപ്പ് വിട്ട് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതേ 3യും 2യും പ്ലസ് ചെയ്ത് നടുക്കേക്ക് എഴുതുക 352. ഇപ്പൊ 2 ഡിജിറ്റ് നമ്പർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ ആ 2 ഡിജിറ്റ് നമ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോപ്പർ ഓർഡർ ഫോളോ ചെയ്യാം. അതിലും നിങ്ങൾക്ക് 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ആ 2 ഡിജിറ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ ആ 2 നമ്പേഴ്സിന് ഒരു ഗ്യാപ്പ് വിട്ട് എഴുതിയതിനു ശേഷം ആ 2 കൂടി പ്ലസ് ചെയ്ത് നടുക്കേക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് നമുക്ക് ക്യാരി ഓവർ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. ക്യാരി ഓവർ വരുമ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു ഇഷ്യൂ വരും. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച ഇതേ ട്രിക്കിനെ നമുക്ക് കുറച്ച് നമ്പേഴ്സിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡിനെ വളരെ പെട്ടെന്ന് ഇവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 24. ഇപ്പോൾ 24 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ക്യാരി ഓവർ ഒന്നും വരുന്നില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ 24 × 11 എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആദ്യം തന്നെ 2ഉം 4ഉം ഒരു ഗ്യാപ്പ് വിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 4ഉം 2 കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും, 6 എന്ന് വരും. അത് നടുക്കേക്ക് എഴുതിയേക്കോ, 264 എന്ന് നമുക്ക് ആൻസർ വരും. സോ ഈ രീതി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് വീണ്ടും ഇതേ സെയിം മെത്തേഡ് ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇവിടെ 45 അഗെയിൻ ക്യാരി ഓവർ ഒന്നും വരുന്നില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ 4ഉം 5ഉം ഒരു ഗ്യാപ്പ് വിട്ട് എഴുതാം. എന്നിട്ട് ആ 4ഉം 5ഉം കൂടി പ്ലസ് ചെയ്ത് എത്ര വരും, 9 എന്ന് വരും. ആ 9 എടുത്ത് നടക്കേക്ക് എഴുതാം. 495 ആൻസർ. ഓക്കെ, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഈ രീതിയിൽ ചെയ്തു പോകാം. പക്ഷേ എഗെയിൻ അവിടെ 3 ഡിജിറ്റ് നമ്പർ വന്നു. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ വരുമ്പോൾ നമുക്ക് എഗെയിൻ ഈ ഒരു രീതിയിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു തെറ്റാനും കൺഫ്യൂഷനും വരാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ഓർഡർ, നമ്മൾ നേരത്തെ എങ്ങനെയാണോ പറഞ്ഞത് ആ പ്രോപ്പർ ഓർഡർ ഫോളോ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്, ആദ്യമേ അവസാനമുള്ള 3 അതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ 3യും അതിന്റെ അടുത്ത നമ്പർ കൂടി ആഡ് ചെയ്യുക. 3 + 2 എത്ര വരും, 5 എന്ന് വരും. ആ 5 എഴുതുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ആ 2ഉം ആ ഒരു
5ഉം കൂടി നമ്മൾ ആഡ് ചെയ്യുക. ആ 2ഉം 5ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 7 എന്ന് വരും. ആൻഡ് ഫൈനലി നമ്മൾ ആ 5 അതേപോലെ എടുത്തങ്ങ് എഴുതുക. ബിക്കോസ് വേറെ ക്യാരി ഓവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ 5 അതേപോലെ തന്നെ എഴുതുക. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ 3 ആദ്യം അതേപോലെ തന്നെ എഴുതി. അതിനുശേഷം നമ്മൾ ആ 3ഉം 2ഉം കൂടി ആഡ് ചെയ്തു, 5 എന്ന് എഴുതി. ദെൻ നമ്മൾ 2ഉം 5ഉം കൂടി ആഡ് ചെയ്തു, 7 എന്ന് എഴുതി. ആൻഡ് ദെൻ ആ 5 അതേപോലെ തന്നെ നമ്മൾ എഴുതി. ആൻഡ് നമ്മുടെ ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ നമ്പേഴ്സിലേക്ക് ഒന്ന് പോവാം. അപ്പൊ ഇതേ സെയിം മെത്തേഡ് നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ നമ്പേഴ്സ് ട്രൈ ചെയ്യാം. 3 ഡിജിറ്റ് ആൻഡ് 4 ഡിജിറ്റ് നമ്പറിലേക്ക് പോവാം. ഇനി 463 നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ 4ഉം 6ഉം പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? ക്യാരി ഓവർ കൂടി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആദ്യം ആ ലാസ്റ്റ് ഡിജിറ്റ് 3 അതേപോലെ തന്നെ എഴുതാം. അതിനുശേഷം 3ഉം 6ഉം ആഡ് ചെയ്താൽ നമുക്ക് 9 എന്ന് വരും. സോ 9 അതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം ആ 3ഉം 6ഉം നമ്മൾ ആഡ് ചെയ്തു. ഇനി അടുത്ത ഏതാ ചെയ്യേണ്ടത്? 6ഉം 4ഉം ആഡ് ചെയ്താൽ എത്ര വരും? 10 എന്ന് വരും. ഇപ്പൊ 10 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 0 എഴുതുക. ആ 1 എന്നുള്ള ക്യാരി ഓവർ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഏതാ ഉള്ളത്? അവസാനം ആ 4 അതേപോലെ തന്നെ എടുക്കണം. അങ്ങനെ ആ 4 അതേപോലെ തന്നെ എടുക്കുമ്പോൾ ക്യാരി ഓവറോട് എടുക്കണം. അപ്പൊ 4ഉം ആ ക്യാരി ഓവറോട് ചേരുമ്പോൾ എത്ര വരും? 5 എന്ന് വരും. നിങ്ങൾ കാണാൻ പറ്റും 5093 എന്ന് നമുക്ക് ആൻസർ വരും. ഇനി നമുക്ക് 4 ഡിജിറ്റ് നമ്പറിലേക്ക് ഒന്ന് പോവാം. ആൻഡ് മോർ ഓവർ അവിടെ നിങ്ങൾ കാണാൻ പറ്റും അവിടെ 2 കൂടുതൽ നമ്പേഴ്സിൽ ക്യാരി ഓവർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. ആദ്യം തന്നെ എന്ത് ചെയ്യുക? ആ അവസാനമുള്ള എഴുതിയേക്കുന്ന ആ 8 എന്ന് പറയുന്ന നമ്പറിനെ അതേപോലെ തന്നെ എഴുതുക. അതിനുശേഷം 8ഉം 7ഉം നമ്മൾ 8ഉം 7ഉം പ്ലസ് ചെയ്ത് എത്ര വരും? 15 എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 5 ഇങ്ങ് എടുക്കുന്നു, ആ ക്യാരി ഓവർ മാറ്റി വെക്കുന്നു. ഇനി വീണ്ടും നമ്മൾ ആ 7ഉം 5ഉം കൂടി പ്ലസ് ചെയ്യുന്നു. 7ഉം 5ഉം പ്ലസ് ചെയ്ത് എത്ര വരും? നമുക്ക് 12 എന്ന് വരും. ദെൻ ദി ക്യാരി ഓവർ കൂടി ചേരുമ്പോൾ 13 എന്ന് വരും. സോ നമ്മൾ അഗെയിൻ ആ 3 എടുക്കുന്നു. പക്ഷെ വീണ്ടും ക്യാരി ഓവർ ഉണ്ടാകേണ്ട ക്യാരി ഓവർ മാറ്റി വെക്കുന്നു. ഇനി വീണ്ടും എന്ത് ചെയ്യുക? നമുക്ക് ആ 5ഉം 3ഉം കൂടി എടുക്കുക. 5ഉം 3ഉം എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 8 എന്ന് വരും. നമ്മുടെ ക്യാരി ഓവറോട് ചേരുമ്പോൾ അത് നമുക്ക് 9 എന്ന് വരും. സോ 9 എഴുതുക. ഇനി ക്യാരി ഓവർ ഒന്നും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ ഡിജിറ്റ് എടുക്കാൻ മറന്നുള്ളൂ. സോ അവസാനത്തെ ഡിജിറ്റ് ആ 3നെ അതേപോലെ തന്നെ ഇനി പിക്ക് ചെയ്യുക. സോ 39358 നമ്മുടെ 3578 into 11 ആൻസർ. വളരെ പെട്ടെന്ന് പ്രത്യേകിച്ച് സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ്ലി നമ്മുടെ ആൻസർ ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് അടുത്തൊരു 4 ഡിജിറ്റ് നമ്പറിലേക്ക് പോകാം. എഗെയിൻ നമുക്ക് സെയിം പ്രോസസ് വീണ്ടും ഫോളോ ചെയ്യാം. നമ്മൾ ആ 7 അതേപോലെ തന്നെ എഴുതുന്നു. അതിനുശേഷം 7ഉം 1ഉം നമ്മൾ പ്ലസ് ചെയ്യുന്നു. നമ്മൾ 8 എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ 1ഉം 2ഉം പ്ലസ് ചെയ്യുന്നു. നമ്മൾ 3 എന്ന് എഴുതുന്നു. ദെൻ നമ്മൾ 2ഉം 6ഉം പ്ലസ് ചെയ്ത് നമ്മൾ വീണ്ടും 8 എന്ന് എഴുതുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ആ നമ്പർ 6 എന്നുള്ള നമ്പർ ഇങ്ങനെ പിക്ക് ചെയ്യുന്നു. സോ 68387. നോക്കിയേ, വളരെ വലിയൊരു നമ്പറാണ്. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് ഡയറക്റ്റ്ലി ആണ് നമ്മൾ ആൻസർ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നമുക്ക് നമ്പർ ഒന്ന് വലുതാക്കിയാലോ? നമ്മളൊരു 5 ഡിജിറ്റ് നമ്പേഴ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ 5 ഡിജിറ്റ് നമ്പർ 23846 into 11 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ ആ ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് 6 അതേപോലെ തന്നെ എഴുതുന്നു. ദെൻ നമ്മൾ 6ഉം 4ഉം കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 10 വരുന്നു. സോ 10 ആയതുകൊണ്ട് തന്നെ നമ്മൾ 0 പിക്ക് എടുക്കുന്നു, ക്യാരി ഓവർ മാറ്റുന്നു. ഇനി 4ഉം 8 കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര വരും? 12 എന്ന് വരും. ക്യാരി ഓവറോട് ചേരുമ്പോൾ 13 എന്ന് വരും. 3 എഴുതുന്നു. വീണ്ടും നെക്സ്റ്റ് നമ്പറിലേക്കുള്ള ക്യാരി ഓവർ മാറ്റുന്നു. എഗെയിൻ 8ഉം 3ഉം പ്ലസ് ചെയ്താൽ 11, ക്യാരി ഓവറോട് ചേരുമ്പോൾ 12. ദെൻ വീണ്ടും ക്യാരി ഓവർ. ദെൻ 3 + 2 5, ക്യാരി ഓവറോട് ചേരുമ്പോൾ 6. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ തന്നേക്കുന്ന നമ്പർ എടുക്കാൻ മറന്നുപോലെ അവസാനത്തെ 2 അതേപോലെ നീ പിക്ക് ചെയ്തേക്കുക 2. സോ 2623006 ആൻസർ. അപ്പോൾ നോക്കിയേ, നമുക്ക് അത്യാവശ്യം വലിയൊരു നമ്പറാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അഗെയിൻ ആൻസർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് കുറച്ചുകൂടി കുറേ ക്യാരി ഓവർ വരുന്ന നമ്പർ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അടുത്ത 2 നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഇഷ്ടം പോലെ ക്യാരി ഓവേഴ്സ് വരുന്നുണ്ട് നമ്പേഴ്സിന്റെ മേളിൽ. സോ അതേപോലത്തെ നമ്പേഴ്സ് ആണ് കിടക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അവസാനത്തെ 1 അതേപോലെ തന്നെ നമുക്ക് എഴുതാം. ദെൻ 1 + 6 നമുക്ക് എത്ര വരുന്നുണ്ട്? 7 വരുന്നുണ്ട്. നമ്മൾ 7 എടുക്കുന്നു. ദെൻ 6 + 7, 6 + 7 എത്രയാണ്? 13 ആണ്. ആ 13ലെ 3 നമ്മൾ എടുക്കുന്നു, ആ ക്യാരി ഓവർ മാറ്റുന്നു. ദെൻ 7 + 3 10, ക്യാരി ഓവർ ചേരുമ്പോൾ 11 എന്നാവും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 എടുക്കുന്നു, വീണ്ടും ക്യാരി ഓവർ മാറ്റുന്നു. ദെൻ അഗെയിൻ 3 + 8, അഗെയിൻ നമുക്ക് അവിടെ എന്ത് വരുന്നു? 11 എന്ന് വരുന്നു. പക്ഷെ ക്യാരി ഓവർ ചേരുമ്പോൾ നമുക്ക് എത്ര വരുന്നു? 12 എന്ന് വരുന്നു. ആൻഡ് പിന്നെയും ക്യാരി ഓവർ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ശ്രദ്ധിച്ചോണം, നമ്മൾ അവസാനം ഇനി ഒരു നമ്പർ എടുക്കാനുണ്ട്. ഏത്? ആ 8 എടുക്കാനുണ്ട്. പക്ഷെ 8ന്റെ കൂടെ എന്തുകൂടി വരും? നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരി ഓവർ വരും. സോ അതുകൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ എന്ത് വരും? 921371 എന്ന് നമുക്ക് ആൻസർ വരും. ആൻഡ് ഫൈനലി കുറച്ച് ഓൾമോസ്റ്റ് എല്ലാ നമ്പേഴ്സിനും മേളിലും ക്യാരി ഓവർ വരുന്ന നമ്പർ കൂടി ഉണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ
ആദ്യമേ നമ്മൾ ആ യൂണിറ്റ് ഡിജിറ്റ് 9 അതേപോലെ തന്നെ ഇനി പിക്ക് ചെയ്യുന്നു. ദെൻ 9 + 5 14, നമ്മൾ 4 എടുക്കുന്നു, ക്യാരി ഓവർ മാറ്റുന്നു. ദെൻ 5 + 8 നമുക്ക് 13 എന്ന് വരുന്നു, ക്യാരി ഓവർ ചേരുമ്പോൾ 14 എന്ന് വരുന്നു. സോ 4 എടുക്കുന്നു, വീണ്ടും ക്യാരി ഓവർ. ദെൻ 8 + 4 12, ക്യാരി ഓവർ ചേരുമ്പോൾ 13, സോ 3 എടുക്കുന്നു, ക്യാരി ഓവർ മാറ്റുന്നു. ദെൻ അഗെയിൻ 4 + 7 11, ക്യാരി ഓവർ ചേരുമ്പോൾ 12 എന്നാകും. സോ 2 എടുക്കുന്നു, വീണ്ടും ക്യാരി ഓവർ. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് നമ്പർ 7. ആൻഡ് ആ 7ന്റെ കൂടെ എന്തുകൂടി വരും? നമ്മുടെ ക്യാരി ഓവർ കൂടി വരും. സോ ക്യാരി ഓവർ വരുമ്പോഴത്തേന്ന് നമ്മുടെ 8 വരും. സോ 8 2 3 4 4 9 എന്ന് നമ്മുടെ ആൻസർ വരും. ഇപ്പൊ നോക്കിയാൽ അവിടെ ഓൾമോസ്റ്റ് നമുക്ക് മിക്കവാറും എല്ലാ നമ്പറുടെ മേളിലും എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ക്യാരി ഓവർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ അത്യാവശ്യം നല്ലപോലെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് 11 അത്യാവശ്യം നല്ലപോലെ നമ്മുടെ കാൽക്കുലേഷനിൽ വളരെയധികം റിപ്പീറ്റ് ആവുന്ന ഒരു നമ്പർ കൂടിയാണ് 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റാൻഡം ആയിട്ട് നമ്പേഴ്സിനെ എഴുതി അതിനെ 11ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അത് എടുക്കുന്ന സ്പീഡ് എന്ത് ചെയ്യുക? വളരെയധികം കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലും മിസ്റ്റേക്സ് ഒഴിവാക്കുന്ന രീതിയിലും ക്യാരി ഓവർ എടുക്കാൻ വിട്ടുപോകാത്ത രീതിയിലും എല്ലാ നമ്പേഴ്സും കറക്റ്റായിട്ട് പിക്ക് ചെയ്യുന്ന രീതിയിലും അത് വളരെ സ്പീഡിൽ ചെയ്ത് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടിയെടുക്കാൻ നോക്കുക. അതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അത് എപ്പം ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക, നിങ്ങൾക്കൊരു 4-5 നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടുവാണ്, അതിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് 11 ആണ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ആ 11 മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ഈ ഷോർട്ട് കട്ട്സ് എല്ലാം പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, ഷോർട്ട് കട്ട്സ് സ്മാർട്ട് ആയിട്ട് കറക്റ്റ് യൂസിന്റെ പ്ലേസ് യൂസ് ചെയ്താൽ മാത്രമേ ഷോർട്ട് കട്ട് ആവത്തുള്ളൂ. സോ 11 ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ എപ്പം ചെയ്യും? ആദ്യമേ ചെയ്യൂ, അവസാനം ചെയ്യൂ. ഒരു 5 നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് വരിക, അതിൽ ഒരു നമ്പർ 11 ആണ്. നിങ്ങൾ ആ 11 കൊണ്ടുള്ള ആ നമ്പറിനെ എപ്പോഴായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആദ്യമേ ചെയ്യോ, അവസാനം ചെയ്യോ? അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കണം. എന്തുകൊണ്ട്? എത്ര വലിയ നമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് എന്തറിയാം? 11 കൊണ്ട് മൾട്ടിപ്ലൈ സ്റ്റെപ്സ് ഒന്നും എഴുതാതെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ള നമ്പേഴ്സിനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസറിനെ ആയിരിക്കണം നിങ്ങൾ അവസാനം 11 കൊണ്ട് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യില്ല, ആദ്യമേ ഒരു നമ്പറിനെ എടുത്ത് 11ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യില്ല. ബിക്കോസ് അങ്ങനെ ചെയ്താൽ നമ്പർ ആദ്യമേ തന്നെ വലുതാവും. നമ്മൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം ചെയ്തങ്ങ് തീർക്കും. പിന്നെ നമുക്ക് അങ്ങോട്ട് ചെയ്തു പോകുമ്പോൾ നമ്പേഴ്സ് വലുതാവും, നമ്പേഴ്സ് കൂടുതൽ ഡിഫിക്കൽട്ട് ആവും. സോ 11 കൊണ്ടുള്ള ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെക്കണം. ബിക്കോസ് അതൊരു വളരെ പെട്ടെന്ന് നമുക്ക് എത്ര വലിയ നമ്പർ ആണെങ്കിലും എടുക്കാൻ നമുക്ക് അറിയാം. ഇനി നമുക്ക് കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ്റെ ട്രിക്സ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ്റെ ഇടയ്ക്കൊക്കെ വളരെയധികം റിപ്പീറ്റ് ആവുന്ന നമ്മൾ കണ്ട് അത് ഒബ്സർവ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മളത് കാണണം, അത് ഒബ്സർവ് ചെയ്യണം. അപ്പോൾ അത് കണ്ടതിന് ശേഷം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഷോർട്ട് കട്ട് കറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് കുറേ നമ്പേഴ്സിൻ്റെ ഇടയ്ക്കോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും ഈ ഒരു മിസ്ലേനിയസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വരാൻ പോകുന്നത്. സോ ആദ്യമേ നിങ്ങളുടെ മുമ്പേ ഉണ്ട്, നിങ്ങൾ ആ നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആ നമ്പേഴ്സിൽ എന്തോ ഒരു കാര്യം സ്പെഷ്യലുണ്ട്. എന്താണ് സ്പെഷ്യലായിട്ടുള്ളത്? ആ നമ്പേഴ്സ് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണല്ലേ. ജസ്റ്റ് നമ്മുടെ ആ ഒരു കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് ആ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വന്നാൽ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടത്? സോ എപ്പോഴെങ്കിലും അടുത്തുള്ള നമ്പേഴ്സ് വന്നാൽ നമ്മൾ ഇതൊന്നും സൈഡിൽ പോയി റഫ് വർക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കല്ലേ. അതിന് പകരം നമ്മൾ ഇത് ചെയ്യാനുള്ള ഒരു ട്രിക്ക് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഫസ്റ്റ് നമ്പർ എടുക്കാം, 11 × 12. അപ്പോൾ എന്താണ് ഈ ഒരു 11 × 12 പെട്ടെന്ന് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ തരുന്ന ചെറിയ നമ്പർ, എപ്പോഴെങ്കിലും നമുക്ക് തരുന്ന നമ്പേഴ്സ് അടുത്തുള്ള കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ അതിലെ ചെറിയ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ആ നമ്പറിനെ തന്നെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ ഇവിടെ ഇതേപോലത്തെ നമ്പേഴ്സ് വന്നാൽ വളരെ പെട്ടെന്ന് എടുക്കാനുള്ള ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ആ ട്രിക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആ ട്രിക്ക് വരുന്ന അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, നമുക്കറിയാം 11 × 12 എന്ന് പറയുമ്പോൾ 12നെ നമുക്ക് 11 + 1 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ആ 11 ആ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 11 × 11 നമുക്ക് 11ന്റെ സ്ക്വയർ വരും, പ്ലസ് 11 × 1 നമുക്ക് 11 വരും. സോ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ടിന്റെ ബാക്കിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് എങ്ങനെയാണ് ആ ഷോർട്ട് കട്ട് വരുന്നതെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് അറിഞ്ഞിരിക്കണം? നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ക്വയർ നല്ലപോലെ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഷോർട്ട് കട്ട് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ക്വയർ അറിയാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് അത്രയും നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്ക്വയർ നല്ലപോലെ പഠിച്ചു നോക്കുക. 30-40 വരെയുള്ള സ്ക്വയർ നല്ലപോലെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ട് വളരെ സ്പീഡിൽ ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സിൽ ഇപ്പം പറഞ്ഞ ഈ ഒരു ഷോർട്ട് കട്ട് നമുക്കൊന്ന് യൂസ് ചെയ്യാം. അപ്പോൾ 11 × 12
അപ്പൊ 11 × 12 എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ നമ്പർ 11ന്റെ സ്ക്വയർ. 11ന്റെ സ്ക്വയർ എത്രയാണ്? 121 ആണ്. അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ആ 11 കൂടി ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ 11 കൂടി നമ്മൾ ഇതിന്റെ കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എത്ര വരും? നമുക്ക് 1 + 1 2 എന്ന് വരും, 2 + 1 3 എന്ന് വരും, ആൻഡ് ദെൻ നമുക്ക് 1 എന്ന് വരും. സോ 132 എന്ന് നമുക്ക് അതിന്റെ ആൻസർ വരും. പക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. എന്തുകൊണ്ട്? നമ്മൾ ഇപ്പം എന്തായിരുന്നു പഠിച്ചത്? 11ന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ഷോർട്ട് കട്ട് ആയിരുന്നു പഠിച്ചത് അല്ലെ. എന്ത് ചെയ്താൽ മതി? ആ 1ഉം ആ ഒരു 2 എടുത്ത് ഗ്യാപ്പ് വിട്ട് എഴുതിയതിനു ശേഷം ആ 1 + 2 3 എടുത്ത് നടുക്കേക്ക് എഴുതിയാൽ മതി ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത 11ന്റെ ട്രിക്ക് നിങ്ങൾക്ക് ഇതിനേക്കാളും സ്പീഡിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് ആൻസർ ഇതാ ഇങ്ങനെയും എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് 11ൽ മാത്രമേ നടക്കൂ. അപ്പം ബാക്കിയുള്ള നമ്പേഴ്സിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ 12 × 13. അപ്പൊ 12 × 13 എടുക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക? 12ന്റെ സ്ക്വയർ എഴുതുക. 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. ദെൻ അതേ 12നെ തന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ 12നെ തന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര വരും? 4 + 2 6, 4 + 1 5, ആൻഡ് ആ 1 അതേപോലെ തന്നെ വരും. നമുക്ക് 156 എന്ന് വരും. മാക്സിമം സ്റ്റെപ്സ് വരാത്ത രീതിയിൽ നമ്മുടെ മൈൻഡിൽ തന്നെ അത് ചെയ്തു പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത 13 × 14 ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 13 × 14 എന്ന് പറയുമ്പോൾ 13ന്റെ സ്ക്വയർ എത്രയാണ്? 13ന്റെ സ്ക്വയർ 169 ആണ് 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ 13നെ തന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 13നെ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ 9 + 3 നമുക്ക് 12 എന്ന് വരും. സോ 2 ആൻഡ് ദെൻ ക്യാരി ഓവർ. നമുക്ക് 6 + 1 + 1 നമുക്ക് 8 എന്നും വരും. ആൻഡ് ഫൈനലി നമുക്ക് ആ 1 വരും. ആൻഡ് 182 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതേപോലെ 14 × 15 നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ 14 × 15 എടുക്കാൻ നമ്മൾ നേരത്തെ വേറെ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെ? ആ 14ന്റെ കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു 0 കൂടി ഇടുക, 140 എന്ന് വരും. എന്നിട്ട് ആ 140യുടെ പകുതി 70 എടുത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. നമുക്ക് ഡയറക്ട്ലി 210 എന്ന് നമുക്ക് ആൻസർ വരും. അപ്പോൾ ആൻസർ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യാം. 14ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 196 ആണ്. ഇനി അതേ 14നെ നമ്മൾ ഇതിന്റെ കൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 196ന്റെ കൂടെ നമ്മൾ 14 കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര വരും? 210. നമ്മൾ ഇപ്പം പറഞ്ഞ ആൻസർ നമുക്ക് വരും. അപ്പൊ പല മെത്തേഡ്സ് നിങ്ങൾക്ക് അവിടെ നമ്പർ നോക്കിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 11ന്റെ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം റാദർ ദാൻ ഈ മെത്തേഡ്. അതേപോലെ നമ്മുടെ 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു മെത്തേഡ് എടുക്കുന്നതിന് പകരം നമുക്ക് 15ന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ഷോർട്ട് കട്ട് നമുക്ക് യൂസ് ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ വരും. അപ്പോൾ ഓരോ നമ്പേഴ്സും നോക്കി ആ നമ്പേഴ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഏതാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡ്സ്, അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ട്രിക്സിനെ കുറച്ചുകൂടി ഒരു വലിയ നമ്പേഴ്സ് നമുക്കൊന്ന് യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു ട്രിക്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, നമുക്ക് ഓൾറെഡി നല്ലപോലെ അറിയാവുന്ന സ്ക്വയർ നമ്പേഴ്സ് വരുന്ന ആ റേഞ്ചിൽ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ റേഞ്ച് വിട്ട് പുറത്ത് പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 15 × 16. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 16ന്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് 160 എന്ന് എടുത്തിട്ട് അതിന്റെ കൂടെ 160യുടെ പകുതി 80 കൂടി പ്ലസ് ചെയ്താൽ 240 നമുക്ക് ആൻസർ വരും. പക്ഷെ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ഇനി ഒന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? ആ 15ന്റെ സ്ക്വയർ എഴുതാം. എന്താ 15ന്റെ സ്ക്വയർ? 225. എന്നാലും നമുക്ക് അതിൻ്റെ കൂടെ ആ 15 കൂടി ആഡ് ചെയ്യാം. സോ നമ്മൾ ആ 15 കൂടി ആഡ് ചെയ്ത് എത്ര വരും? നമുക്ക് 240 എന്ന ആൻസർ വരും. നമ്മളിപ്പം പറഞ്ഞ ആൻസർ വരും നമുക്ക്. ഓക്കെ, സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ വന്നു. പക്ഷെ അതിനേക്കാളും പെട്ടെന്ന് നമ്മൾ എഴുതാതെ തന്നെ നമ്മൾ അതിന്റെ ആൻസർ പറഞ്ഞു അല്ലെ. ഇനി അടുത്ത് 16 × 17 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എക്സാമിൽ വളരെയധികം റിപ്പീറ്റ് ആവുന്നതാണ് 16 × 17 എന്ന് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? 16ന്റെ സ്ക്വയർ എത്രയാണ്? 256 ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ 16 ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും? നമുക്ക് ഇവിടെ 2 എന്ന് വരും, ക്യാരി ഓവർ വരും, 7 എന്ന് വരും, ഇവിടെ 2 വരും. നമുക്ക് 272 എന്ന് നമുക്ക് ആൻസർ വരും. നമുക്ക് അടുത്ത് നോക്കാം. 17 × 18. 17 × 18 എന്ന് പറയുമ്പോൾ 17ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 289. അതിന്റെ കൂടെ നമ്മൾ ആ 17 തന്നെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 9 + 7 നമുക്ക് 16 എന്ന് വരും, 6 വരും, ക്യാരി ഓവർ വരും, 2 + 1 + 1 നമുക്ക് 10 എന്ന് വരും, 0 10 ക്യാരി ഓവർ, ആൻഡ് 2 + 1 നമുക്ക് 3 എന്ന് വരും. സോ 306 എന്ന് നമുക്ക് ആൻസർ വരും. നോക്കിയേ, 306. നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് പോകാം. 18 × 19 കുറച്ചുകൂടി വലിയ നമ്പർ. അപ്പൊ 18. ഓക്കെ, 18ന്റെ സ്ക്വയർ വേണം നമുക്ക്. 18ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 324 ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആ 18 തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ 8 + 4 നമുക്ക് 12 എന്ന് വരും. സോ 2 എന്ന് വരും, ക്യാരി ഓവർ 2 + 1 + 1 നമുക്ക് ഇവിടെ 4 എന്നും വരും. ആൻഡ് ഫൈനലി നമുക്ക് ആ 3 അതേപോലെ തന്നെ വരും. സോ 342 എന്ന് നമുക്ക് ആൻസർ വരും. 342.
നോക്കി നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടെ ആ മൾട്ടിപ്ലിക്കേഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് റഫ് വർക്ക് നമ്മൾ സൈഡിൽ പോയി ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇതേപോലത്തെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് നമ്പേഴ്സിന്റെ റേഞ്ച് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ 30 വരെയുള്ള സ്ക്വയർ പഠിക്കുന്നതാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് 30 വരെയുള്ള നമ്പേഴ്സിലൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 20s റേഞ്ചിലുള്ള 30യുടെ റേഞ്ചിലുള്ള നമ്പേഴ്സിലൂടെ നമുക്ക് പോകാം. അപ്പോൾ എഗെയിൻ 21 into 22 എഗെയിൻ നമ്മുടെ എക്സാമിൽ അത്യാവശ്യം നല്ലപോലെ റിപ്പീറ്റ് ആവുന്ന ഒരു പാറ്റേൺ ആണ് 21 into 22. എങ്ങനെയാണ് എടുക്കേണ്ടത്? 21ന്റെ സ്ക്വയർ എന്ന് പറയുന്ന 441 ആണ്. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ 21 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര വരും? 462 എന്ന് വരും. എഗെയിൻ എക്സാമിൽ അത്യാവശ്യം നല്ലപോലെ റിപ്പീറ്റ് ആകുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ കൂടിയാണ് 21 into 22 എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് 25 into 26ലേക്ക് പോകാം. എന്താണ് 25യുടെ സ്ക്വയർ എന്ന് പറയുന്നത്? 625 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? 25നെ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുക. സോ 625യുടെ കൂടെ 25 കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര വരും? 650 എന്ന് വരും. സോ ആൻസർ. ഇനി നമുക്ക് കുറച്ചുകൂടി നമ്പേഴ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ യൂഷ്വലി 30 വരെയുള്ള സ്ക്വയർ ആണ് പഠിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ പറയുന്ന 30യുടെ മേളിൽ പോയാലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ സ്ക്വയർ നമുക്ക് ഓൾറെഡി നമ്മൾ വളരെ ഡയറക്റ്റ്ലി എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ സ്ക്വയർ നമ്പേഴ്സിന് നമുക്ക് ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് സ്ക്വയർ കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്കതൊരു ഇഷ്യൂ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 31 into 32 നമുക്കും ചെയ്യാം. 31 into 32 ചെയ്യണമെങ്കിൽ എന്ത് അറിഞ്ഞിരിക്കണം? നമുക്ക് 31ന്റെ സ്ക്വയർ അറിഞ്ഞിരിക്കണം. എന്താണ് 31ന്റെ സ്ക്വയർ? 961 ആണ് 31ന്റെ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് 31ന്റെ സ്ക്വയർ അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് നിങ്ങൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഒന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ 31 തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതിൻ്റെ 31 തന്നെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 എന്ന് വരും. 6 plus 3 നമുക്ക് 9 എന്ന് വരും. ആൻഡ് ഫൈനലി നമുക്ക് അവിടെ 9 തന്നെ ഉണ്ട്. സോ 992 എന്ന് നമുക്ക് ആൻസർ വരും. ആൻഡ് ഫൈനലി കുറച്ചുകൂടി ഒരു വലിയ നമ്മൾ യൂഷ്വലി പഠിക്കാത്ത ഒരു റേഞ്ചിലെ ഒരു നമ്പർ ആണ് ആ കൊടുത്തേക്കുന്നത് 48 into 49. അപ്പോൾ നമുക്ക് എന്ത് വേണം? 48ന്റെ സ്ക്വയർ വേണം. 48ന്റെ സ്ക്വയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 48ന്റെ സ്ക്വയർ നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് വെച്ച് നമുക്ക് 48ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 48ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വളരെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. സോ 8ന്റെ സ്ക്വയർ 64. നമ്മൾ നേരത്തെ പഠിച്ച സ്ക്വയർ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാനും പറ്റും. സോ 8ന്റെ സ്ക്വയർ 64, 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. ദെൻ നമ്മൾ പിന്നെ എന്താണ് ചെയ്തിട്ടുള്ളത്? 4 into 8 നമുക്ക് അവിടെ 4 8 32 എന്ന് വരും. 32 into 2 നമുക്ക് എത്ര വരും? 64 എന്ന് വരും. ആ 64നെ നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് എഴുതും. ഇവിടെ നിന്ന് ഒരു നമ്പർ വിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സോ നമുക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 എന്ന് വരും. 6 plus 4 നമുക്ക് 0. ദെൻ ക്യാരി ഓവർ 6 plus 6 12 plus 1 13 എന്ന് വരും. ആൻഡ് ദെൻ നമുക്ക് ആ 13 ആൻഡ് ദെൻ ക്യാരി ഓവർ വരുമ്പോൾ 2304 എന്ന് നമുക്ക് നമ്പർ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി ഈ ഒരു സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ വേദിക് മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ലപോലെ അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേന്ന് നമുക്ക് ആ ഒരു സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ 48ന്റെ സ്ക്വയർ 2304 എടുത്തിട്ട് അതിൻ്റെ കൂടെ അതേ 48നെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ 48ന്റെ കൂടെ 4 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 52 എന്ന് വരും. ആൻഡ് ദെൻ നമുക്ക് ആ 23 അതേപോലെ തന്നെ എടുക്കാം. സോ 2352 എന്ന് നമുക്ക് ആൻസർ വരും. 2352 എന്ന് നമുക്ക് ആൻസർ വരും. സോ വളരെയധികം റിപ്പീറ്റ് ആവുന്ന ഒരു പാറ്റേൺ ആണ് ഈ അടുത്തുള്ള കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം സ്ക്വയർ അറിയാവുന്ന ഒരാൾക്കും ആ റേഞ്ച് വിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സ്ക്വയർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് അതിനെ പ്രോപ്പർലി സൈഡിൽ പോയി കൺവെൻഷണൽ ആംഗിളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ രീതിയിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മൾ പഠിച്ച ആ കാര്യത്തിനെ കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരുന്നു എടുത്തത്? കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരുന്നു എടുത്തത് എന്ന് പറഞ്ഞാൽ 12 into 13, 13 into 14. പക്ഷെ ഇപ്പോൾ ഇവിടെയുള്ള നമ്പേഴ്സ് ഒന്ന് നോക്കിയേ. ഇപ്പോൾ ഇവിടെയുള്ള നമ്പേഴ്സ് തമ്മിൽ എന്തുണ്ട്? ഒരു 1ന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എഗെയിൻ നമുക്ക് എക്സാമിൽ വളരെയധികം റിപ്പീറ്റ് ആവുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 12 into 14 എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു നമ്പറുടെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് അവിടെ വന്നേക്കുന്നത് മൊത്തം. ഇനി ഇങ്ങനെയുള്ള നമ്പേഴ്സ് വന്നാൽ എന്ത് ചെയ്യണം? ഇപ്പം ഇങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കുറച്ച് വേണമെങ്കിലും മൈൻഡിൽ വരുന്നുണ്ടായിരിക്കും. അതിൽ ചെറിയ നമ്പറുടെ സ്ക്വയറും എടുത്തതിന് ശേഷം നേരത്തെ ഒരു വട്ടം ആഡ് ചെയ്യുന്നതിന് പകരം ഇപ്പം 2 വട്ടം ആഡ് ചെയ്ത് കൊടുത്ത ആൻസർ കിട്ടുമെന്ന് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിലും മൈൻഡിൽ വന്നിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ഒരു ഗ്യാപ്പേ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു വട്ടം ആഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവിടെ നമുക്ക് 2 നമ്പേഴ്സിന്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. 12 കഴിഞ്ഞ് പിന്നെയും 2 നമ്പർ കൂടി കഴിയുമ്പോൾ 14 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 12നെ ഒരു വട്ടം ആഡ് ചെയ്തതിന് പകരം 2 വട്ടം ആഡ് ചെയ്ത ആൻസർ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിലും മൈൻഡിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്യാം, ആൻസറും കിട്ടും. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി സ്മാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാൻ നമുക്ക് നോക്കാം. 12 into 14 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഈ 12 into 14 എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് ഈ 1ന്റെ ഗ്യാപ്പ് വരുന്ന നമ്പേഴ്സ് വരുവാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇടയ്ക്കുള്ള നമ്പറിനെ കുറിച്ച് ആലോചിക്കുക. ഈ 2 നമ്പറും എടുക്കാതെ
ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പറിനെ കുറിച്ച് ആലോചിച്ചു. ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 12ഉം 14ന്റെ ഇടയ്ക്കുള്ള നമ്പറാണ് 13. 13 നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ 12 വരുന്നത്. അതേപോലെ ഇൻറ്റു ആ 13ന്റെ കൂടെ നമ്മൾ ഒന്നുകൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, 14 വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 13 - 1 × 13 + 1. അത് ഏത് ഫോർമാറ്റിലേക്കാണ് അത് വന്നേക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ കാണാം അത് A - B × A + B ഫോർമാറ്റിലല്ലേ വന്നേക്കുന്നത്. എന്താണ് ഈ A - B × A + B എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് A² - B² അല്ലേ. ആൻഡ് ഇവിടുത്തെ ഈ A² എന്ന് പറയുമ്പോൾ ഏത് നമ്പറാണ്, ഈ രണ്ട് നമ്പറിന്റെയും ഇടയ്ക്ക് വരുന്ന നമ്പറാണ് നമ്മൾ ആ A² എന്ന് പറഞ്ഞിരിക്കുന്നത്. -B² എന്ന് പറഞ്ഞാൽ ഏതാണ്, 1 ആണ്. ആൻഡ് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. 1ന്റെ മേളിൽ ഏത് പവർ വന്നാലും 1 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പുള്ള അടുത്തുള്ള നമ്പേഴ്സ് വരുവാണെങ്കിൽ, നമുക്കവിടെ ഒരു ഗ്യാപ്പുള്ള അടുത്തുള്ള നമ്പേഴ്സ് വരുവാണെങ്കിൽ അത് ഈവൻ ആയിക്കോട്ടെ ഓഡ് ആയിക്കോട്ടെ, നിങ്ങൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിന്റെ അവസാനം ഒന്നെങ്കിൽ ഈവൻ ആയിരിക്കും അല്ലെങ്കിൽ ഓഡ് ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള നമ്പേഴ്സ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ രണ്ട് നമ്പർ എടുക്കണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പറിന്റെ ഇടയ്ക്കുള്ള നമ്പർ എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് 1 റേഡിയസ് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് അതിന്റെ ഇടയ്ക്കുള്ള നമ്പർ എടുക്കുക, അതിൽ നിന്ന് അതിന്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് ആ നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 12ഉം 14ന്റെയും ഇടയ്ക്കുള്ള നമ്പർ 13 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 169 ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, 1 കുറച്ചാൽ മതി. 1 കുറച്ചാൽ നമുക്ക് എത്ര വരും, 168 എന്ന് വരും. അതാണ് നമ്മുടെ ആൻസർ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം റിപ്പീറ്റഡ്ലി കാണുന്ന കുറേ മൾട്ടിപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ നമ്മൾ അതിനെ സൈഡിൽ പോയി കൺവെൻഷണൽ ആംഗിൾ ചെയ്യാതെ വളരെ സ്മാർട്ടായിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മിസ്ലേനിയസ് ആയിട്ടുള്ള ഈ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ നോക്കുന്നത്. അടുത്ത് നിങ്ങൾ കാണാം 16 × 18. അപ്പോൾ 16ഉം 18ന്റെയും ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാണ്? നിങ്ങൾക്കറിയാം 17 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 17ന്റെ സ്ക്വയർ എടുക്കുക. 17ന്റെ സ്ക്വയർ എന്താണ്, 289 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുക, 288 ആൻഡ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് നമ്മുടെ എക്സാമിന് അത്യാവശ്യം റിപ്പീറ്റ് ആവുന്ന ഒരു നമ്പേഴ്സ് കൂടിയാണ് ഈ 16 × 18 എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ ക്ലാസ് പോകുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കറിയാം നമുക്ക് എക്സാമിൽ വളരെയധികം റിപ്പീറ്റ് ആവുന്ന കാൽക്കുലേഷൻസും അങ്ങനെയുള്ള നമ്പേഴ്സ് കൂടി നമ്മൾ നോട്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആ നമ്പേഴ്സിന് ഒരു സെപ്പറേറ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോവാം. ഓക്കെ, അടുത്ത 21 × 23. 21ഉം 23യുടെ ഇടയ്ക്ക് വരുന്ന നമ്പറാണ് 22 എന്ന് പറയുന്നത്. 22യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 484 ആണ്. അതിൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 483 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്പർ 26 × 28. 26ഉം 28ഉം രണ്ടിന്റെയും ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാ, 27 അല്ലേ. ആൻഡ് 27 വളരെ ഇമ്പോർട്ടൻറ്റ് നമ്പർ കൂടിയാണ്. എന്താണ് 27ന്റെ സ്ക്വയർ, 729 അല്ലേ. അതിൽ നിന്ന് 1 കൂടി കുറച്ച് നമുക്ക് എന്ത് വരും, 728 എന്ന് വരും. ഓക്കെ, വളരെ പെട്ടെന്ന് ആൻസേഴ്സ് വന്നില്ലേ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഇടയ്ക്ക് 1ന്റെ ഗ്യാപ്പ് വരുന്ന നമ്പേഴ്സ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ അതിന്റെ കാൽക്കുലേഷൻസിനെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും. ആൻഡ് നമുക്ക് കുറച്ചുകൂടി വലിയ നമ്പേഴ്സിലൂടെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. സോ 18 × 20. ഇപ്പോൾ 18 × 20 നിങ്ങൾക്ക് എടുക്കാൻ വളരെ നല്ലപോലെ അറിയാം. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 2 × 18 36 എന്ന് എടുത്ത് അതിൻ്റെ ഒരു 0 ഇട്ട് കൊടുത്താൽ തന്നെ ആൻസർ വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷെ അതല്ലാതെ എങ്ങനെ ചെയ്യാം, നമുക്ക് ഇവിടുന്ന് 90ന്റെ സ്ക്വയർ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. 90യുടെ സ്ക്വയർ എത്രയാണ്, 361 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും, നമ്മളിപ്പം പറഞ്ഞ ആൻസർ 360 എന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് എന്ന് നോക്കിയിട്ട് നമ്പേഴ്സ് നോക്കിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്കറിയാം നമ്മൾ ഇതിനേക്കാളും മുമ്പേ ചുമ്മാ നോക്കി ആൻസർ പറഞ്ഞു അല്ലേ. നമുക്ക് അവിടെ കുറച്ചുകൂടി എളുപ്പം ചെയ്തായിരുന്നു 2 × 18 36, പിന്നെ അതിൻ്റെ കൂടെ ഒരു 0 360, അതായിരുന്നു എളുപ്പം. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് നോക്കിയിട്ട് എപ്പോഴും അപ്രോച്ച് ചെയ്യുക. അടുത്ത 24 × 26. 24 × 26ന്റെ ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാണ്, 625 ആണ്. 25യുടെ സ്ക്വയർ 625 ആണ്. അതിൽ നമ്മൾ 1 കുറച്ച 624 എന്ന് നമുക്ക് ആൻസർ വരും. അടുത്ത 29 × 31. കുറച്ചുകൂടെ വലിയ നമ്പർ. 29ഉം 31ഉം രണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാ, 30 ആണ് അല്ലെ. ആ 30യുടെ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 30യുടെ സ്ക്വയർ 900 ആണ്. അതിൽ നിന്ന് നമ്മൾ 1 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് 899 എന്ന് നമുക്ക് ആൻസർ വരും. ആൻഡ് ഫൈനലി 31 × 33. അപ്പോൾ 31ഉം 33യുടെ ഇടയ്ക്ക് വരുന്ന നമ്പറാണ് 32. ആൻഡ് 32യുടെ സ്ക്വയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 32യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 1024 ആണ്. അതിൽ നിന്ന് നമ്മൾ 1 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് 1023 എന്ന് കിട്ടും. ആൻഡ് നമ്മളുടെ ആൻസർ.
നിങ്ങൾ കണ്ടു കാണും എത്ര പെട്ടെന്നാണ് നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് കിട്ടിയെന്നുള്ളത്. ഇതേപോലത്തെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ നമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്ക് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ നമുക്കിവിടെ ഉള്ള നമ്പേഴ്സ് കുറച്ചുകൂടി വലിയ നമ്പേഴ്സാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വലിയ ഫെമിലിയർ അല്ലാത്ത നമ്പേഴ്സ് ആണ് ഇനി ഇവിടെ ഉള്ളത്. 45 × 47, 53 × 55, 69 × 71. അപ്പൊ നമുക്ക് ഇവിടെ ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. അതിന്റെ ഇടയ്ക്കുള്ള നമ്പർ എന്ന് നമുക്ക് അതുകൂടി ഒന്ന് എഴുതി പോവാം. ഇപ്പൊ 45 47 നമുക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്, 46 ആണ്. നമ്മൾ എന്ത് ചെയ്താൽ ഈ 46ന്റെ സ്ക്വയർ എടുത്തിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ 46ന്റെ സ്ക്വയർ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആൻസർ മാർക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 46ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത അതേ മെത്തേഡ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 46ന്റെ സ്ക്വയർ നമ്മൾ 6ന്റെ സ്ക്വയർ 36ഉം 4ന്റെ സ്ക്വയർ 16ഉം ദെൻ 4 × 6 എന്ന് പറയുന്നത് നമുക്കറിയാം 24 ആണ്. 24ന്റെ ഡബിൾ എന്ന് പറയുന്നത് 48 ആണ്. ദെൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 6 എന്ന് വരും. ദെൻ നമുക്കിവിടെ 11 വരും. ഇവിടെ ക്യാരിയർ പോവും. നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും 11 വരും. നമുക്ക് ഇവിടെ ക്യാരിയർ പോകും. നമുക്ക് 2116 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 2116ൽ നിന്ന് നമ്മൾ ആ 1 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് 2115 എന്ന് നമുക്ക് ഫൈനലി ആൻസർ നമുക്ക് കിട്ടും. 2115. ഇനി അടുത്ത നമ്പർ നമുക്ക് കാണാം 53 × 55. അപ്പൊ എന്താ ചെയ്യേണ്ടത്, അതിന്റെ ഇടയ്ക്കുള്ള നമ്പർ എടുക്കുക. അതിന്റെ ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 54. ആ 54യുടെ സ്ക്വയറിൽ നിന്ന് നമ്മൾ ജസ്റ്റ് 1 കുറച്ചാൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ അഗൈൻ നമുക്ക് 54യുടെ സ്ക്വയർ ഇതേപോലെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ 54യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. ദെൻ 4 × 5 20, 20 × 2 40 എന്ന് വരും. സോ ദെൻ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 6 1 9 2. അപ്പൊ 2916 എന്ന് നമുക്ക് വരും. അങ്ങനെയാണെങ്കിൽ അതേ 2916ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, ജസ്റ്റ് ഒരു 1 കുറച്ചാൽ മതി. സോ 1 കുറച്ചാൽ നമുക്ക് എത്ര വരും, 2915 എന്ന് നമുക്ക് ആൻസർ വരും. 2915. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി വേറെ ഷോർട്ട് കട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം നമുക്ക് 4 അവിടെ 15നേക്കാളും 4 കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ 4ന്റെ സ്ക്വയർ 16, പിന്നെ ആ 25 കൂടെ 4 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ 29 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെയും സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഇതായതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട്സ് തന്നെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഡെഫിനറ്റ്ലി മറ്റേ നമ്മൾ വേറെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ആ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ക്വസ്റ്റൻസ് ചെയ്യാൻ വേണ്ടി. അടുത്ത 69 × 71. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഇടയ്ക്കുള്ള നമ്പർ എടുക്കുക. 70യുടെ സ്ക്വയർ എടുക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, 1 കുറയ്ക്കുക. 70യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 7ന്റെ സ്ക്വയർ 49ഉം ദെൻ 00. അതിൽ നമ്മൾ 1 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 4899 എന്ന് വരും. സോ 4899 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ 84 × 86. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ഇടയ്ക്കുള്ള നമ്പർ ആയ 85 എടുക്കുക. അതിന്റെ സ്ക്വയർ എടുക്കുക. അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പൊ 85യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ അവസാനം 5 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ട്രിക്ക് പഠിച്ചായിരുന്നു അല്ലെ. എങ്ങനെയാണ് എടുക്കേണ്ടത്, 8 × നെക്സ്റ്റ് നമ്പർ. അപ്പൊ 9 8s are 72. ദെൻ എന്ത് ചെയ്യുക, 25 അതേപോലെ എഴുതുക. എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, 1 റെഡ്യൂസ് ചെയ്താൽ മതി. ഇപ്പൊ 1 റെഡ്യൂസ് ചെയ്ത് എത്ര വരും, നമുക്ക് 7224 എന്ന് നമുക്ക് വരും. സോ 7224 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 7224. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ട്രിക്ക്, ലൈക്ക് നമ്മുടെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഉള്ള ആ നമ്പേഴ്സിനെ എങ്ങനെ പെട്ടെന്ന് എടുക്കണം എന്നുള്ള ട്രിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ഈ ഒരു മെത്തേഡ്സിനൊക്കെ തന്നെ നല്ലപോലെ യൂസ് ചെയ്ത് നിങ്ങൾ ഇതിനെ ഈ ഒരു പഠിക്കുന്ന ഈ മെത്തേഡ്സിനെ തന്നെ ഒരു റേഞ്ച് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഈ റേഞ്ചിന്റെ പുറത്ത് പോയാൽ പോലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1ന്റെ ഗ്യാപ്പ് അല്ല, അതിൽ കൂടുതൽ ഗ്യാപ്പ് വന്നാലും എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ A² - B² എന്ന ട്രിക്കിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അത് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെറിയ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം എക്സാംസിൽ റിപ്പീറ്റ് ആവുന്ന ചില വാല്യൂസ് ആണ് നിങ്ങൾ ആ കാണുന്നത്. നമുക്ക് ആദ്യം തന്നെ 12 × 16 എന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ കറക്റ്റ് ആയിട്ട് 12 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ പഠിച്ച ട്രിക്കിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം ഗ്യാപ്പ് 1 അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ദൂരമില്ലാത്ത അത്യാവശ്യം ഒരു റേഞ്ചിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10ന്റെ റേഞ്ച്, 20ന്റെ റേഞ്ച്, 30ന്റെ റേഞ്ച്, 40ന്റെ റേഞ്ച്, അല്ലെങ്കിൽ 20 30ന്റെ റേഞ്ചിന്റെ അകത്തൊക്കെ അങ്ങനെയൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ഒരുപാട് ഗ്യാപ്പ് ഇല്ലാതെ അത്യാവശ്യം അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ ട്രിക്കിനെ എന്ന് പറഞ്ഞാൽ A² - B² ട്രിക്കിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചാൽ മതി എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും
12ഉം 16ഉം ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് നമ്പറിന്റെ ഇടയ്ക്കുള്ള നമ്പറിനെ എടുക്കുക. 12ഉം 16ന്റെയും ഇടയ്ക്ക് വരുന്ന നമ്പർ നിങ്ങൾക്കറിയാം. 12ഉം 16ന്റെ ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാണ്? 14 ആണ്. ഇപ്പൊ 12 എന്ന് പറഞ്ഞാൽ നമ്മുടെ 14ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്. അതേപോലെ 14ന്റെ കൂടെ നമ്മൾ 2 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 16 കിട്ടുന്നത്. അപ്പൊ എഗെയിൻ നമുക്കവിടെ a മൈനസ് ബി ആൻഡ് a പ്ലസ് ബി വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റ് അവിടെ നിന്നും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ a സ്ക്വയർ എന്ന് പറയുന്നത് 14ന്റെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ 2യുടെ സ്ക്വയർ. സോ 14ന്റെ സ്ക്വയർ എന്താണ്? 14ന്റെ സ്ക്വയർ 196 ആണ്. 14ന്റെ സ്ക്വയർ മൈനസ് 2യുടെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ 196ൽ നിന്ന് നമ്മൾ 4 കുറച്ചാൽ നമുക്ക് 192 എന്ന് വരും. സോ 192 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിയാൽ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റേഞ്ചിൽ മാത്രമല്ല, അത് വിട്ടുപോയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു നമ്പർ ഉണ്ട് 29 into 33. 29ഉം 33ന്റെയും ഇടയ്ക്ക് വരുന്ന നമ്പർ. അപ്പൊ നിങ്ങൾക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു നമ്പർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ചില സമയത്ത് ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പർ 0.5 വരുന്ന രീതിയിൽ നമ്പർ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രോപ്പർ നമ്പർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി പെട്ടെന്ന് നോക്കുന്ന വേറൊരു രീതിയാണ് അവസാനത്തോടെ 2 നമ്പർ നോക്കുക. 2 ഈവൻ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർ നടുക്കൊരു നമ്പർ ഉണ്ടായിരിക്കും. അതിനൊരു മിഡിൽ ടേം ഉണ്ടായിരിക്കും. അതേപോലെ 2ഉം ഓഡ് ആണെങ്കിൽ അതിന്റെയും പ്രോപ്പർ നടുക്ക് മിഡിൽ ടേമിൽ എന്ത് കാണും? ഒരു നമ്പർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 29ഉം 33ന്റെയും ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാണ്? 31 അല്ലേ? അങ്ങനെയാണെങ്കിൽ 31ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴല്ലേ നമുക്ക് ഈ 29 വരുന്നത്. അതേപോലെ 31ന്റെ കൂടെ 2 കൂടി ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 33 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 31ന്റെ സ്ക്വയർ എടുത്തിട്ട് അതിൽ നിന്ന് 2ന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ പോരെ? 31ന്റെ സ്ക്വയർ മൈനസ് 2യുടെ സ്ക്വയർ. 31ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 961 ആണ്. അതിൽ നിന്ന് 2യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. നമ്മൾ അത് മൈനസ് ചെയ്താൽ എത്ര വരും? നമുക്ക് 961ൽ നിന്ന് നമ്മൾ 4 കുറച്ചാൽ 57 എന്ന് വരും. സോ 957 എന്ന് നമുക്ക് ആൻസർ വരും. നോക്കിയേ, ആൻസർ കിട്ടിയില്ലേ നമുക്ക്? അതേപോലെ അടുത്ത വളരെയധികം നമുക്ക് എക്സാംസിൽ കാണുന്ന 2 നമ്പേഴ്സ് ആണ് ഇത് രണ്ടും. 16 into 22. ഇപ്പൊ 16ഉം 22ന്റെയും ഇടയ്ക്ക് വരുന്ന നമ്പർ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ 19ൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 16 വരുന്നത്. അതേപോലെ 19ൽ നിന്ന് 3 കൂട്ടുമ്പോഴാണ് നമുക്ക് 22 വരുന്നത്. സോ 19ന്റെ സ്ക്വയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 3യുടെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. എന്താണ് 19ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്? 361. അതിൽ നിന്ന് 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. നമ്മൾ 361ൽ നിന്ന് 9 കുറച്ചാൽ നമുക്ക് എത്ര വരും? 361ൽ നിന്ന് 10 കുറച്ചാൽ 51 എന്ന് വരും. അതിന്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയാൽ 52 എന്ന് വരും. സോ 352 ആണ് നമ്മളുടെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ലാസ്റ്റ് ഒരു നമ്പർ കൂടി അവിടെ ഉണ്ട്, 24 into 36. ഏറ്റവും കൂടുതൽ എക്സാംസിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മെൻസുറേഷൻ ഒക്കെ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഒരു നമ്പേഴ്സ് ആണ് ഇത്. 24 into 36. അപ്പോൾ 24 into 36 എന്ന് പറയുമ്പോൾ നമുക്ക് 24 36ന്റെ ഇടയ്ക്കുള്ള നമ്പർ എന്ന് പറയുന്നതാണ് 30 എന്ന് പറയുന്നത്. 30ൽ നിന്ന് നമ്മളൊരു 6 കുറയ്ക്കുമ്പോഴാണ് 24 വരുന്നത്. 30ൽ നിന്നൊരു 6 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 36 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 30യുടെ സ്ക്വയർ എടുത്തതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ എന്ത് റെഡ്യൂസ് ചെയ്താൽ മതി? 6ന്റെ സ്ക്വയർ റെഡ്യൂസ് ചെയ്താൽ മതി. 30യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 900 ആണ്. അതിൽ നിന്ന് 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. സോ 900ൽ നിന്ന് 36 നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 864 എന്ന് വരും. ഓക്കെ, കുറച്ചൊരു വലിയ നമ്പർ ആണ്, പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അതിന്റെ ആൻസർ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും എങ്ങനെയാണ് നമ്മൾ ആ ഒരു നേരത്തെ പഠിച്ച ട്രിക്കിനെ തന്നെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് വേറെ റേഞ്ച് ഓഫ് നമ്പേഴ്സ് വന്നാൽ പോലും നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ കുറേ അധികം ഷോർട്ട് കട്ട്സ് ആണ് നമ്മളിപ്പം ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ആ ഒരു പഠിച്ച ഷോർട്ട് കട്ട്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ വേദിക് മാത്സിൻ്റെ അകത്ത് ഇതുവരെ സ്ക്വയറിന്റെ ആ ഒരു കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് തൊട്ട് നമ്മളിപ്പോൾ അവസാനം പഠിച്ച മിസ്ലേനിയസ് വരെ ഒരുപാട് ട്രിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു ട്രിക്സിനെയൊക്കെ തന്നെ ഇനി നിങ്ങൾ ഏറ്റവും നല്ലപോലെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും, അതിന്റെ സ്പീഡ് ആൻഡ് അക്യുറസി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇത് ഇനി വരുന്ന സമയത്ത് നിങ്ങൾ അടുത്ത ഒരു 1 month 2 monthന്റെ അകത്ത് അതിന് ഏറ്റവും എക്സ്ട്രീം ലെവലിൽ പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ എക്സാമിന് ചെല്ലുമ്പോഴും വളരെ പെട്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇനി നമുക്ക് അങ്ങോട്ട് വരുന്ന ക്ലാസ്സസിൽ എക്സാമിൽ പ്രോപ്പർലി ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ ടോപ്പിക്സും ചാപ്റ്റേഴ്സും ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്